കേരളത്തിൽ നിരവധി ദുരന്തങ്ങളെ അതിജീവിക്കാൻ സർക്കാരിനൊപ്പം നിന്ന മുംബൈ മലയാളികൾ അടക്കമുള്ള പ്രവാസി സമൂഹമാണ് നാടിന്റെ ശക്തിയെന്ന് മന്ത്രി കെ രാജൻ. ചൂരൽമല ദുരന്ത ബാധിതരെ സഹായിക്കാൻ സർക്കാരിന് പിന്തുണയുമായി മുന്നോട്ട് വന്ന മലയാളി സംഘടനകളെ അഭിനന്ദിച്ച് സംസാരിക്കുകയായിരുന്നു കേരള റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി. മുംബൈയിൽ ഹീരാനന്ദാനി കേരളൈസ് അസോസിയേഷന്റെ വാർഷികാഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു മന്ത്രി കെ രാജൻ. കേരളത്തിൽ നിരവധി ദുരന്തങ്ങൾ അതിജീവിക്കാൻ മുംബൈ മലയാളികൾ നൽകിയ പിന്തുണ ശ്ലാഘനീയമാണെന്ന് മന്ത്രി പറഞ്ഞു. പ്രധാനമായിട്ടും മുംബൈയിലെ മലയാളികളോടും മലയാളി അസോസിയേഷനുകളോടുമുള്ളൊരു നന്ദി. കഴിഞ്ഞ 7-8 വർഷക്കാലമായി കേരളം അനുഭവിച്ചു പോകുന്ന നിരവധി ദുരന്തങ്ങളെ മറികടക്കാൻ വലിയ സഹായവും പിന്തുണയുമാണ് മുംബൈയിലെ മലയാളികൾ, അവരെ സ്നേഹിക്കുന്ന, അവരുമായി ബന്ധപ്പെടുന്ന മറ്റ് സംരംഭകരൊക്കെ നൽകുന്നത്. കേരള സർക്കാരിന് വേണ്ടി പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. മുംബൈ മലയാളികൾ അടങ്ങുന്ന പ്രവാസി സമൂഹമാണ് നാടിന്റെ ശക്തിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ ദുരന്തങ്ങളെയും അതിജീവിക്കാൻ കരുത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ശക്തി ഗവൺമെന്റ് മാത്രമല്ല, ഇവരെ പോലെ നല്ല മനുഷ്യരാണ്. വയനാട് ചൂരൽമല ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച സംഘടനയെ മന്ത്രി അഭിനന്ദിച്ചു. ചൂരൽമലയിൽ പുനരധിവാസത്തിന്റെ പുതിയ സാധ്യത ഈ വർഷത്തിൽ ആരംഭിക്കുമ്പോൾ ഇവർ നൽകിയ സ്നേഹവും കരുത്തും സാമ്പത്തികമായ പിന്തുണയും ഞങ്ങൾ നല്ലോടെ ഓർക്കും. പ്രസിഡന്റ് തോമസ് ഒലിക്കൽ, സെക്രട്ടറി IN ഷാജി, ചെയർമാൻ പോൾ പരിങ്ങോട്ട്, ട്രഷറർ മാത്യു മാമൻ എന്നിവർ വേദി പങ്കിട്ടു. പ്രളയക്കെടുതിയിൽ കേരളം വലഞ്ഞപ്പോഴും ഉരുൾപൊട്ടൽ ദുരന്തത്തിലും ജന്മനാടിന് കൈത്താങ്ങായ സംഘടനയാണ് പവായ് ഹീരാനന്ദാനി കേരളൈസ് അസോസിയേഷൻ. പ്രളയം വന്നപ്പോൾ ഇവിടുന്ന് 2-3 ട്രക്ക് നിറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടു. അതുപോലെ തന്നെ ഇപ്പോൾ വയനാട് ദുരന്തം വന്നപ്പോൾ ഓരോ ആളുകളും കഴിയുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കാനും മുന്നോട്ട് പോകും. സാമൂഹ്യ പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുന്ന പ്രവർത്തന മികവിലും മുംബൈയിലെ മുൻനിര മലയാളി സംഘടനയാണ് കേരളൈസ് അസോസിയേഷൻ. ഞങ്ങൾ കിട്ടുന്ന ഓരോ പൈസയും ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു വരുന്നു. ഞങ്ങൾ മെയിനായിട്ടുള്ളത് ഈ സ്ട്രീറ്റിൽ മെൻ്റലി അൺസൗണ്ടായിട്ടുള്ള ആരെങ്കിലും അലഞ്ഞിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അവരെ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് പോലീസിൻ്റെ പെർമിഷനൊക്കെ എടുത്തിട്ട് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റും എടുത്ത് റീഹാബിലേഷൻ നടത്തി വരുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്ക നിലയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായങ്ങൾ ചെയ്തു വരുന്നു. കേരളത്തിൽ നിന്ന് മുംബൈയിലെത്തി ജീവിത വിജയം നേടിയ വ്യവസായികളാണ് സംഘടനയുടെ കരുത്ത്. സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഇവരെല്ലാം നീക്കിവെക്കുന്നു. സമ്പാദിക്കുന്ന സമ്പത്തിന്റെ നല്ലൊരു പങ്ക് ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തികൾക്കും ചാരിറ്റി വർക്കിനും വേണ്ടി കൊടുക്കും. ചടങ്ങിൽ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് PR കൃഷ്ണനെ മന്ത്രി കെ രാജൻ പുരസ്കാരം നൽകി ആദരിച്ചു. പ്രവർത്തന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ലയൻകുമാരൻ നായർ, രാജയ്യൻ എന്നിവരെയും മന്ത്രി ആദരിച്ചു. തുടർന്ന് മുംബൈയിലെ പ്രമുഖ ഡോക്ടർമാരായ ഡോക്ടർ ശശികാന്ത് കാമത്തും സഹപ്രവർത്തകരും ചേർന്ന് അവതരിപ്പിച്ച സംഗീത പരിപാടി നൂതനാനുഭവമായി. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.